ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ നമ്മുടെ മറ്റൊരു ദിവസം കടന്നു വന്നിട്ടുണ്ട്. ഇതാ 5ാമത്തെ ദിവസമാണ്. വേറെന്താ 365 ദിവസത്തിൽ 5ാമത്തെ ദിവസമായിട്ടുണ്ട്. 4 ദിവസം വളരെ ഭംഗിയായിട്ട് തന്നെ തീർന്നിട്ടുണ്ട്. അപ്പോൾ വേറെന്താ വിശേഷം? ഇന്നിപ്പോൾ ഒരു വർക്ക് ഉണ്ട് കേട്ടോ. ഇന്ന് മുല്ലശ്ശേരിയിലാണ് വർക്കുള്ളത്. ഇന്നലെ ഇപ്പോൾ വടക്കേക്കാടായിരുന്നു. ഇന്നിപ്പോൾ വർക്ക് ഉണ്ട്. ഇന്നൊരു 9 മണിയാകുമ്പോഴത്തേനും പോകണം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂര്യേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ചേട്ടനും ഉണ്ണി ഇവിടെ ഉണ്ടാവും. അമ്മയും ഞാനൊക്കെ ജോലിക്ക് പോവും. അപ്പോൾ വേറെന്താ? നല്ല ഓക്കെ, ബായ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഞാൻ എപ്പോഴും പുറത്തിറങ്ങിയാലും ഇപ്പോൾ രാത്രി ആയാലും തറവാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം വരും കേട്ടോ പറയാൻ. അപ്പോൾ ഇതാ അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ വരുന്ന കണ്ടിട്ടുള്ള എസ്കേപ്പ് അടിക്കലാട്ടോ. അച്ഛനെ ഭയങ്കര പേടിയാണ്. എസ്കേപ്പ് അടിക്കലാണ് കേട്ടോ. അച്ഛൻ വരുന്ന കണ്ടിട്ടുള്ള എസ്കേപ്പാണ്. അത് റൂബിക്ക് ഇട്ട് കൊടുത്ത അച്ഛാ. പൊടി പോലും കാണാനില്ല. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അച്ഛനും മോനും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കട്ടെ കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കബോർഡ് അടിക്കുന്ന ആൾക്കാരൊക്കെ വരും. കബോർഡൊക്കെ അടിക്കും, സെറ്റാക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അതാ ഗോതമ്പ് പൊടി കൊണ്ട് കൈപ്പത്തിലാണ് ഉണ്ടാക്കിയേക്കണത്. വേദുട്ടിൻ്റെ അച്ഛനെ ഇഷ്ടം ഗോതമ്പ് പൊടിയുടെയും വേദുവിന് അരിപ്പൊടിയുടെയും കേട്ടോ ഇഷ്ടം. ഇപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. മൂപ്പര് പിന്നെ കഞ്ഞി കുടിച്ചോളും വേദു. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് സവാളി മസാലക്കറി വെച്ചിട്ടുണ്ട്. ഇനി റെഡി ആയിട്ട് വർക്കുണ്ട്, വർക്കിന് പോകണം. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്യട്ടെ. റെഡി ആയിട്ടുണ്ട്. ഇന്നും ഈ പച്ച യൂണിഫോം തന്നെ. ഇപ്പോൾ 3 ദിവസമായിട്ട് ഈ യൂണിഫോം തന്നെ. അപ്പോൾ പോവാണ്. ഒന്നും ചേട്ടനും വേണ്ടിയിട്ടില്ല. ഞാൻ വർക്കിന് പോവാണ്. അമ്മ പോയി, അച്ഛൻ പിന്നെ ചൂണ്ടാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, ഈ ചീത്ത കേൾക്കും. അപ്പോൾ ശരി, കണ്ട ഞാനിങ്ങനെ പോവാണ് ജോലിക്ക്. എൻ്റെ അടുത്ത് വീണ്ടും വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ജോലി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുല്ലശ്ശേരി പള്ളിയിലായിരുന്നു പണി കേട്ടോ. അപ്പോൾ ഇതാ അവിടെ നോക്കിയ MT ഒക്കെ എടുക്കണം എന്നുള്ള റോയൽ ലുക്കായിരുന്നു കേട്ടോ. നല്ല തീമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണാൻ. അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടു, പ്ലേറ്റൊക്കെ തുടച്ചപ്പോൾ ചേട്ടന്മാരവിടെ ഡെക്കറേഷന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. തത്തമ്മേനെ വെള്ളരിക്ക കൊണ്ടല്ല, കുമ്പളങ്ങ കൊണ്ട് തത്തമ്മേനെ ഉണ്ടാക്കി, പാവയ്ക്ക കൊണ്ട് ദൈനാസറ ഉണ്ടാക്കി, പിന്നെ അതുപോലെ തന്നെ തണ്ണിമത്തങ്ങ വേണ്ട യേശുവിനെ രൂപമൊക്കെ വരച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ചെയറൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതെന്തുട്ടാ പറഞ്ഞു. ഒന്നും മിണ്ടാണ്ടിരിക്കുക. ലാസ്റ്റ് നീ കണ്ടാൽ മതി തൊട്ട് അവിടെ നിന്ന് ഓടിപ്പിച്ചു വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. ലാസ്റ്റ് ഇതാ കുരങ്ങച്ചിൻ്റെ ഇരിക്കണ്ടില്ലേ, ഇങ്ങേരുടെ തലം തൊട്ടുകൊണ്ടാണെന്നറിയോ, അത് ചേനയാണ്. പിന്നെ കാലൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ചുരയ്ക്ക, പിന്നെ ഷൂ ഉള്ളത് മറ്റേതെന്താ വഴുതനങ്ങ, അതൊക്കെ ആയിരുന്നു. പിന്നെ ഇതിനകത്ത് ആരാ ഇത് ഫുഡിൻ്റെ ഒക്കെ എഴുതണമല്ലോ, അത് ആരാ നന്നായിട്ട് എഴുതുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഴുതാം. അപ്പോൾ ഞാൻ വേഗം പോയി എഴുതും. നേരെ ഇതേപോലെ അങ്ങനെ എഴുതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തിക്കും തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഫാമിലി ഫുഡ് കഴിക്കാനിരുന്നുണ്ട്. ഫാമിലിക്ക് സെർവൊക്കെ ചെയ്ത് കൊടുത്തു. ഇന്ന് ഫുഡ് ഉണ്ടായിരുന്നത് ബ്രോസ്റ്റഡ് തൊട്ട് പിസ്സ, ബർഗർ, മോമോസ്, പിന്നെ അപ്പം, റുമാൽ റൊട്ടി, അതുപോലെ തന്നെ ചിക്കൻ കറീൻ്റെ മട്ടൻ വറുത്തരച്ചത്, പിന്നെ അതുപോലെ തന്നെ ബീഫ് വരട്ടിയത്, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് തിരിച്ചു പോകട്ടെ. ടാറ്റ.